നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ച് വല്ല ഫംഗ്ഷൻ നടന്നതിൻ്റെ ശേഷം, അല്ലെങ്കിൽ വീട് കുടിയിരുന്നതിൻ്റെ ശേഷം, ഒരു കല്യാണം നടത്തിയതിൻ്റെ ശേഷം നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നല്ല സന്തോഷത്തോടെ നല്ല റാഹത്തോടെ നമ്മളൊരു ഫംഗ്ഷൻ വെച്ച് അതങ്ങ് പിരിഞ്ഞ് എല്ലാവരും നല്ല റാഹത്തോടുകൂടി പിരിഞ്ഞുപോയി. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു സമാധാനമില്ലാതെ വരിക, സാമ്പത്തികമായ ഒരു പുരോഗതി ലഭിക്കാതെ വരിക, എന്തിനിറങ്ങിക്കഴിഞ്ഞാലും ഒന്നിലും നമുക്കൊന്ന് കരകയറാൻ പറ്റാതെ വരിക. അതുവരെ നമ്മൾ നല്ല രൂപത്തിൽ ജീവിച്ചവരായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ സമ്പാദ്യം അങ്ങ് നഷ്ടപ്പെടുക, നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകലുക, നമ്മുടെ കുടുംബത്തിൽ ഒരു നിലക്കുള്ള സമാധാനവും നമുക്ക് ലഭിക്കാതെ വരിക. ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ പല കുടുംബങ്ങളിലും അനുഭവിക്കുന്ന വിഷയമാണ്. ഇവിടെ കൺസൾട്ടിങ്ങിന് വരുന്ന സമയത്ത് പലരും എന്നോട് പറയുന്ന ഒരു പ്രയാസമാണ്, കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം, ഞാൻ എൻ്റെ വീട് കുടിരുന്നതിൻ്റെ ശേഷം ഇന്ന് വരെ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു റാഹത്ത് ലഭിച്ചിട്ടില്ല, സമാധാനം ലഭിച്ചിട്ടില്ല. സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടിലാണ്, വളരെ പ്രയാസത്തിലാണ്. ഒന്ന് കരകയറാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണീർ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്താണ് ഇപ്പോൾ ഞാൻ എൻ്റെ മജ്‌ലിസിൽ സൂചിപ്പിച്ചത്. ഇങ്ങനെ കണ്ണീർ പല രൂപത്തിലുണ്ട്. കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു സമാധാനം ലഭിക്കാതെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമ്മൾ തകർന്നു പോകുമ്പോൾ, അത് കണ്ണീർ മൂലമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട വളരെ മഹത്തായ ഒരു അമലാണ് ഇന്ന് ഈ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി 7 ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം ഒരു വ്യക്തിയിലാണ് കണ്ണീർ ബാധിച്ചതെങ്കിൽ 7 ഫാത്തിഹയ്ക്ക് ശേഷം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹുമസ 11 തവണ പാരായണം ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഹുമസയെ നമ്മൾ മന്ത്രിച്ചിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുക. ഇങ്ങനെ 11 ദിവസം നമ്മൾ ഈ അമലിനെ അങ്ങ് ദായിമാക്കുക. ഒരു മനുഷ്യനിൽ കണ്ണേർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണേർ അവിടെ വെച്ച് ബാത്തിലാകുന്നതാണ്. ആ കണ്ണേർ കൊണ്ടുണ്ടാകുന്ന എല്ലാ വിപത്തുകളും അള്ളാഹു നമുക്ക് മാറ്റിത്തരും.